ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 26. മാതാപിതാക്കൾ അറിയുവാൻ. ദൈവത്തിന്റെ ദാനങ്ങളായി കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനും ദൈവത്തിനു മുമ്പിൽ അവരെ തിരിച്ചു നൽകുവാനും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 1. പക്വമായ ജീവിതശൈലി ഉണ്ടായിരിക്കുകയും അത് മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. 2. മാതാപിതാക്കളുടെയും മക്കളുടെയും ഡ്രസ് കോഡ് അവരവരുടെ മാനസിക നിലയും ധാർമ്മിക സ്ഥിതിയും വ്യക്തമാക്കുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുവാനല്ല വസ്ത്രം ധരിക്കേണ്ടത്. 3. കുട്ടികൾ മദ്യം, മയക്കുമരുന്നുകൾ, ഹാൻഡ്സ്, പാൻപരാഗ് മുതലായവയും സമാനമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അവ മാതാപിതാക്കൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. 4. വിനയമുള്ള മാതാപിതാക്കൾ ഭക്തജീവിതം നയിക്കുന്നവരും സുവിശേഷ മൂല്യങ്ങൾക്കും ദൈവവിശ്വാസ ജീവിതത്തിനും മാതൃക നൽകുന്നവരും ആയിരിക്കണം. കുടുംബത്തിൽ എല്ലാവരും അതിരാവിലെ ഉണരുക. മക്കൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും സൃഷ്ടിപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. മക്കൾ ചോദിക്കുന്നതെല്ലാം എപ്പോഴും വാങ്ങിക്കൊടുക്കുകയും അവർക്ക് അധിക ലാളന നൽകുകയും ചെയ്യരുത്. മക്കളുടെ മുറി ഏതു സമയവും പരിശോധിക്കുകയും അവരുടെ സ്ഥിതിവിശേഷം വിലയിരുത്തുകയും ചെയ്യണം. TV, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഇവയോടുള്ള ഭ്രമം കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. യഥാസമയം ഇവയെല്ലാം പരിശോധിച്ച് അരുതാത്തതും അമിതവുമായ ഉപയോഗം തടയണം. 10. വായനാശീലം വളർത്തുകയും ബൈബിളും നല്ല പുസ്തകങ്ങളും വായിച്ച് പക്വമായ ജീവിതവും ധാർമ്മികതയും നേടുകയും മക്കളെ അവ നേടാൻ അനുവദിക്കുകയും ചെയ്യുക. 11. നന്മയും ആത്മാർത്ഥതയും ദൈവവിശ്വാസവും ആർജിക്കുകയും അവ ആർജിക്കുവാൻ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. പക്വമായ മനസ്സ് രൂപീകരിക്കുവാൻ മക്കളെ സഹായിക്കുക. 13. പ്രതിസന്ധികളും സഹനങ്ങളും ആരോഗ്യകരമായി അഭിമുഖീകരിക്കുവാൻ കുഞ്ഞുങ്ങളെ കെൽപ്പുള്ളവരാക്കുക. 14. ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ തീരുമാനമെടുക്കുവാൻ പഠിപ്പിക്കുകയും അതിനായി ധൈര്യപ്പെടുത്തുകയും ചെയ്യുക. 15. ജോലി, ഭക്ഷണം, താമസം, വിനോദം മുതലായവ മക്കളോടൊന്നിച്ച് നടത്തുക. 16. ടൈം ടേബിളും കൃത്യനിഷ്ഠയും പാലിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് സമഗ്ര വികസനത്തിന് അത്യാവശ്യമാണ്. 17. മക്കൾ രാവിലെയും വൈകുന്നേരവും ഒന്നിച്ചിരുന്ന് പഠിക്കട്ടെ. 18. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുകയും ഏതു തൊഴിലും ചെയ്യുവാനുള്ള മനസ്സും ബോധ്യവും മക്കൾക്ക് നൽകുകയും ചെയ്യുക. 19. മക്കളുടെ കൈവശമുള്ള മൊബൈല്, കോണ്ടാക്ട് നമ്പറുകള്, CD-കൾ, പെൻഡ്രൈവ് ഇവ പരിശോധിച്ച് ആവശ്യമെങ്കിൽ തിരുത്തേണ്ടതാണ്. 20. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ എഴുതുവാനും വായിക്കുവാനും പറയുവാനും മക്കൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. 21. മക്കളുടെ അധ്യാപകരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് പഠിത്തവും സ്വഭാവവും അപ്പോഴപ്പോൾ വിലയിരുത്തുക. 22. വഴിതെറ്റിക്കുവാൻ സാധ്യതയുള്ള മക്കളുടെ ഒറ്റയ്ക്കോ കൂട്ടായോ ഉള്ള യാത്രകൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. കൂട്ടുകാർ ആരാണെന്ന് തിരിച്ചറിയുക. 23. തങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതല്ലാതെ എന്തെങ്കിലും മക്കളുടെ കൈവശം വന്നാൽ ഉടൻ അതറിഞ്ഞ് ജാഗ്രത പുലർത്തുക. 24. കുടുംബത്തിൽ നിന്നും കിട്ടാത്ത കാര്യങ്ങൾ അവർ പുറത്തുനിന്ന് വാങ്ങിയേക്കാം. ജീവിതത്തിന്റെ ശരിയായ വഴിയും തെറ്റിയേക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. 25. ലവ് ജിഹാദ്, പിശാച് സേവ, പെന്തക്കോസ്ത് വിഭാഗങ്ങൾ എന്നിവയിലെ അകപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളുടെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കി അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവരെ തിരുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. സാധിക്കുമ്പോഴെല്ലാം എല്ലാവരും ഒന്നിച്ച് ദൈനംദിന ദിവ്യബലിയിൽ സംബന്ധിക്കുക. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും എല്ലാവരും ഒന്നിച്ച് നിർബന്ധമായി നടത്തുക. അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. 29. കൗദാശിക ജീവിതവും സഭാത്മക ജീവിതവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കുക. വിശ്വാസത്തെ തകർക്കുന്ന എല്ലാറ്റിനെയും ഏവരും സൂക്ഷിക്കുക. 31. മാതൃകാപരമായ ജീവിതം നയിക്കുകയും അതിനായി മക്കളെ അഭ്യസിപ്പിക്കുകയും ചെയ്യുക. വിശ്വാസം, സ്നേഹം, വിശുദ്ധി മുതലായ പരിശുദ്ധാത്മ ഫലങ്ങളിൽ ജീവിക്കുകയും അതിനായി മറ്റുള്ളവരെ അനുവദിക്കുകയും ചെയ്യുക. ദാമ്പത്യ പ്രതിജ്ഞയുടെ 6 ഘടകങ്ങൾ മാതാപിതാക്കൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. 34. വേദപാഠം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസ വെളിച്ചത്തെ സംരക്ഷിക്കുകയും വളർത്തുകയും
ചെയ്യുക. 35 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കേണ്ടതും ഈ ഫലങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കേണ്ടതുമാണ്. 36 ദൈവവിളിക്ക് ഉത്തരം നൽകുവാൻ മക്കളെ ഒരുക്കുക. 37 നീലച്ചിത്രം, വൃത്തികെട്ട TV പ്രോഗ്രാമുകൾ ഇവ കാണുമ്പോൾ മനസ്സ് മലിനമാവുകയും മറ്റു പല പാവങ്ങളിലേക്ക് അവ നമ്മെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് മാതാപിതാക്കളും മക്കളും മനസ്സിലാക്കുക. 38 തെറ്റിദ്ധാരണയ്ക്കും സംശയത്തിനും അനീതിക്കും വൈരാഗ്യത്തിനും മ്ലേച്ഛതയ്ക്കും മതവിദ്വേഷത്തിനും ജീവിതത്തിൽ ഒരു സ്ഥാനവും നൽകരുത്. ദൈവത്തോട് മാത്രം നാം കടപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് അർഹമായ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് കുട്ടികളും മാതാപിതാക്കളും മുതിർന്നവരും മോശമായ രീതിയിൽ പെരുമാറുന്നത് എന്ന് അറിയുക. യഥാർത്ഥ മനുഷ്യത്വം നേടിയെടുക്കുമ്പോഴാണ് മനുഷ്യർ വിശുദ്ധരാകുന്നത്. ദൈവവിശ്വാസത്തിൽ വളരുകയും മക്കളെ വളർത്തുകയും ചെയ്യുക. ലിവ് ജീസസ്.